ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായി? ബലികർമ്മം കഴിഞ്ഞ് അച്ഛനും മകളും പുറപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, നിങ്ങളെ അവരുടെ പുറകിന് പൊക്കൂ. ശരിയണ്ണ. ആരും ഇല്ലാത്ത സ്ഥലം നോക്കി ആരും കണ്ണിപ്പെടാതെ രണ്ടിനെ പൊക്കിക്കോ. ഞാനങ്ങ് വന്നേക്കാം. ശരിയണ്ണ. നരേട്ടനും കൂടി വാ, നമുക്ക് ആ സ്ഥലം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനില്ല. എന്റെ ഒരു ഫ്രണ്ട് വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിലേ പിന്നെ അത് മതി അവന് പിണങ്ങാൻ. നരേട്ടൻ അങ്ങനെ പറയല്ലേ പ്ലീസ്. അണ്ണൻ വിളിക്കുന്നില്ലല്ലോ, ഇനി പ്ലാൻ മാറ്റിയോ? കഴിഞ്ഞില്ലേ കുഞ്ഞോളെ? ഓ, പഴയ ഫ്ലോ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ചെയ്യാതിരുന്ന എല്ലാം നീ അങ്ങ് മറന്നുപോയി. ഭദ്രേട്ടാ, പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നത്? പറഞ്ഞിട്ടുണ്ടെന്ന് നീ പഴയത് പലതും ഓർക്കുന്നില്ല. അപ്പൊ പറയാതിരുന്നാലോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയതൊക്കെ ഓർക്കുന്നത് നല്ലതാ. നമ്മളൊക്കെ എവിടെയായിരുന്നു എന്നും എന്തായിരുന്നു എന്നും നമുക്ക് തന്നെ ഓർമ്മ കിട്ടില്ലേ? വിട്ട് ഈ കുഞ്ഞുമോളുടെ ഒരു കാര്യം. മാഡം ഫിഷ് കട്ടിംഗ്, മാഡം ഫിഷ് കട്ടിംഗ്. അടുത്ത തവണ വരുമ്പോ വലിയ തല വാങ്ങിക്കൊണ്ടുവരാം. നിന്റെ തലക്കറി നിന്നിട്ട് എത്ര കാലമായി? അയ്യോ മാഡം, മാഡം എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നേ? എന്നെ വിളിച്ചാ പോരായിരുന്നോ? എന്തിന്? എന്ത് കാര്യത്തിന്? ഇതൊക്കെ ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാഡം പൊയ്ക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളുടെ ക്രെഡിറ്റും കൈപുണ്യവും ബോസിനെ എന്നെ അടിച്ചു മാറ്റാൻ നോക്കണ്ട. ഞാനത് സമ്മതിക്കത്തില്ല. സ്പെഷ്യൽ മീൻകറി വെച്ച് നീലൂനെയും അനസൂയമോടെയും നെറ്റിക്ക് വന്ന് വെല്ലുവിളിച്ചിരിക്കുക എന്റെ കുഞ്ഞോളും. അല്ലേ കുഞ്ഞോളെ? അല്ല, ചന്ദ്രലേഖ മീൻകറി കഴിക്കൂ? ഇടയ്ക്കൊക്കെ. എന്നാലേ എന്റെ കുഞ്ഞോളുടെ മീൻകറി കഴിച്ച് നീ ഞെട്ടാൻ തയ്യാറായിക്കോ. ഞെട്ടിക്കും കുഞ്ഞോള്. കുഞ്ഞോളുടെ പാചകം നിനക്കറിയില്ലല്ലോ. ക്ലാസ്സാ.
മീൻകറി വെക്കാനേ എന്റെ കുഞ്ഞോളെ കടത്തി വെട്ടാൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരുമില്ല. മാഡം മേടോ ഇടവോ ഒന്നുമില്ല. അർജുന്റെ ഹാപ്പി ബർത്ത്ഡേ പ്രമാണിച്ച് ചന്ദ്രലേക്ക് ഇന്ന് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞ മനസ്സിലായോ? വിശ്രമം. പോ, 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 പോ. പോയി അവനവന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. ആ, ചെല്ല് ചന്ദ്രലേഖ. ആ, നോക്കിയിരിക്കാതെ വെട്ടു കുഞ്ഞോളെ. ആ അടിപൊളി അടിപൊളി. മോളെ, ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് കർമ്മത്തിന് തടസ്സമൊന്നും ഉണ്ടായില്ല. ദാ ഇനി ഒരു നിമിഷം പോലും മോളി നാട്ടിൽ നിൽക്കണ്ട. ആ നരയുടെ ആൾക്കാരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അവർ നമ്മളെ കൊല്ലും. മോളൊറ്റക്ക് പോണ്ട, അച്ഛൻ അവിടെ കൊണ്ടാക്കാം. അത് സാരില്ല അച്ഛാ, എല്ലാം കഴിഞ്ഞില്ലേ. ഞാൻ വേഗം അങ്ങ് തിരിച്ചു പൊക്കോളാം. എന്നാലും അച്ഛൻ ഇനി മെനക്കെട്ട് അതുവരെ വരാൻ നിൽക്കണ്ട. ശരി, എന്നാ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ വരാം. വാ. നരേട്ടന്റെ ഫ്രണ്ട് ഇപ്പോഴൊന്നും വരുന്ന ലക്ഷണമില്ല. നരേട്ടൻ വാ, നമുക്ക് അച്ഛന്റെ അടുത്ത് പോയി അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് നാളായില്ലേ അച്ഛനെ കണ്ടിട്ട്. നരേട്ടനെ കാണുമ്പോ അച്ഛൻ ഒരുപാട് സന്തോഷാവും. അല്ല അതിപ്പോ ഒഴിവൊന്നും പറയണ്ട. നരേട്ടൻ വാ, വണ്ടി എടുത്തേ. ആ ചേട്ടാ, സ്ഥലം നോക്കാൻ ഞാൻ വേറൊരു ദിവസം വരാം. നരേട്ടനെ കൊണ്ട് അച്ഛനെ പോയി കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ലേറ്റ് ആവും. ആയിക്കോട്ടെ. ചേട്ടൻ വണ്ടി എടുക്കേട്ടാ. അണ്ണാ, എന്തായി? ബലികർമ്മം കഴിഞ്ഞ് അച്ഛനും മകളും പുറപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, നിങ്ങളെ അവരുടെ പുറകിന് പൊക്കൂ. ശരിയണ്ണ. ആരും ഇല്ലാത്ത സ്ഥലം നോക്കി ആരും കണ്ണിപ്പെടാതെ രണ്ടിനെ പൊക്കിക്കോ. ഞാനങ്ങ് വന്നേക്കാം. ശരിയണ്ണ.